വടകരയിലെ ഒരു വലിയ ബാങ്ക് തട്ടിപ്പുണ്ടായിരുന്നു, ഒരു സ്വർണ്ണ തട്ടിപ്പുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഇന്നലെ സംഭവിച്ചു. വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിൽ നിന്നും 26 കിലോ സ്വർണം തട്ടിയ കേസിൽ അറസ്റ്റിലായ മുൻ മാനേജരും മുഖ്യപ്രതിയുമായ മഥ ജയകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനായി ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകും എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ വിവരം. വിശദാംശങ്ങളുമായി റമീസ് ചേരുന്നുണ്ട്. അപ്പോൾ റമീസ്, ഗുഡ് മോർണിംഗ്. വളരെ വലിയൊരു തട്ടിപ്പാണ് നടന്നത്, സ്വർണ്ണ തട്ടിപ്പാണ് നടന്നത്. ആ തട്ടിപ്പിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ പ്രതിയിൽ മാത്രമായി ഒതുങ്ങുമോ, മറ്റു പ്രതികൾ ഉണ്ടാകുമോ? എന്താണ് പോലീസ് ഇതേക്കുറിച്ച് പറയുന്നത്? ഈ പ്രതിയെ പിടികൂടിയതിലൂടെ പോലീസിന്, അന്വേഷണ സംഘത്തിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ്? ശരത്, ഇന്നലെയാണ് വടകരയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തെ, ഈ മഥ ജയകുമാറിനെ അറസ്റ്റ് ചെയ്ത് വടകരയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ വിശദമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ മഥ ജയകുമാറിനെ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്നും പിടികൂടി വൈകിട്ട് വടകരയിൽ എത്തിച്ച പ്രതിയെ രാത്രിയോട് കൂടിയായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇനി തുടർ നടപടികൾക്കായി കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വേണ്ടി മഥ ജയകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അപേക്ഷ ഉടൻ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പരാതികളൊന്നും തന്നെ ഈ ബാങ്കിലെ നിക്ഷേപകരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ മാനേജർ ചാർജ് എടുത്തതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിൽ ഇത്രയധികം വലിയ മോഷണം നടന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് പരാതി നൽകുകയും ചെയ്തത്. ഏകദേശം 26 കിലോയോളം സ്വർണമാണ് ബാങ്കിൽ നിന്നും മോഷണം പോയിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ പരിശോധനകളും കൂടുതൽ അന്വേഷണവും നടക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കൃത്യമായി പരാതികൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഇതിൽ മറ്റു പലരും ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടക്കും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ശരത്. ശരി റമീസ്, അതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആ കേസിൽ, ശരി റമീസ് താങ്ക് യു. അതായത് ഈ കേസിൽ ഇന്നലെ ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതി ഒരു വീഡിയോ സന്ദേശമോ മറ്റോ പ്രാദേശിക ചാനലുകൾക്കോ പ്രാദേശിക കേബിൾ ചാനലുകൾക്ക് നൽകിയെന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പിന്നിലാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുന്ന ചില വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അന്വേഷണത്തിലൂടെ പോലീസിന് ഇത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. വലിയൊരു തട്ടിപ്പാണ് നടന്നത്. അതിൽ പ്രധാനപ്പെട്ട അറസ്റ്റാണ്. ഇന്ന് കസ്റ്റഡിയിൽ ആ പ്രതിയെ വാങ്ങി, ബാങ്ക് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമേ അന്വേഷണം ആ നിലയിൽ കിട്ടുമ്പോൾ ആ ചോദ്യം ചെയ്യലിലൂടെയാണ് ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടത് അങ്ങനെയാണ്, തെളിവുകളടക്കം.